അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എൻ്റെ ഈ കൊച്ചടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഇത് മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത് നമ്മുടെ സാമ്പാർ ചപ്പാത്തിക്കുള്ള, ഇത് നമ്മുടെ ഇന്നലെ വെച്ച മീൻകറി, ഇത് ചപ്പാത്തി, ഇത് 2 പേർക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മുട്ട പൊരിച്ചത്. പിന്നെ ഇത് നമ്മുടെ തോരൻ വെക്കാനാണ് കേട്ടോ രാവിലെ. അപ്പം ഇത്രയും ജോലിയാണ് രാവിലെ ചെയ്തത്. എന്നിട്ട് എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ, നീറ്റാക്കിയിട്ട്. ഇത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇന്നലെ ഒരു ഷോർട്സിൽ ഇട്ടിരുന്നു. നമ്മുടെ ലവ്ലോലിക്ക് അത് ഇച്ചിരി ആവി കയറ്റിയത്. അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആവുമല്ലോ എന്നും പറഞ്ഞ് ഇച്ചിരി ഒരു സെക്കൻഡ് എങ്ങാണ്ട് കൂടുതലിരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ഇങ്ങനെ വിടർന്നു പോയി, പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും രാവിലെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ. എല്ലാ അമ്മമാരും രാവിലെ ഇതിനിടയ്ക്കൂടെ നമ്മൾ അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങൾ വിളിക്കുമ്പോൾ അവരുടെ കാര്യം ശ്രദ്ധിക്കും. ഒരാൾ ബാത്റൂമിൽ പോകാൻ വിളിക്കും, ഒരാൾ ബുക്ക് കണ്ടില്ലെന്ന് പറഞ്ഞ് വിളിക്കും, ഡ്രസ്സ് കണ്ടില്ലെന്ന് പറഞ്ഞ് വിളിക്കും. ഒക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ഒരാൾ ഹോംവർക്ക് രാവിലെ ഇരുന്ന് എഴുതുകയാണ്. വൈകുന്നേരം എഴുതാൻ പറഞ്ഞാൽ കേൾക്കൂല അല്ലേ ഇസക്കുട്ടാ? ഹോംവർക്ക് ചെയ്യുവല്ലേ? ഏതക്ഷരം ഇപ്പോൾ എഴുതുന്നേ? റായോ? അത് എന്നാണ് കർത്താവേ. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നിങ്ങളാരും കാണൂല, കാരണം ക്ഷമയോടെ. അപ്പോൾ ആരും ഇട്ടേച്ച് പോകരുത്. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളോട് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതിട്ടത്. നമ്മുടെ വീട്ടിൽ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ എപ്പോഴും ഈ പൂക്കൾ, ഇത് ഈ മുറ്റത്തിൻ്റെ ഒരു ഐശ്വര്യമായിരുന്നു. പൂക്കളുണ്ടാവുന്നൊരു ഇതിനെന്താ പറയുന്നത്, മൊസാന്തയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടോട്ടൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് രാവിലെ നോക്കിയപ്പം കണ്ടില്ലേ, ഇങ്ങനെ എല്ലാം കരിഞ്ഞു നിൽക്കുന്ന. രാവിലെ എന്ന് നമ്മൾ വന്ന് നോക്കില്ലേ, കഞ്ഞിവെള്ളമോ തലേ ദിവസത്തെ പിന്നെ ഇത് അരി കഴുകിയ വെള്ളമൊക്കെ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ച് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കും. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇന്നലെ രാത്രിയിലാണ് വന്നത്. അപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ മൊത്തവും കരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. മൂട്ടിലൊക്കെ നല്ല തണുവുണ്ട്. കാരണം നമ്മൾ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ, ഉണക്ക സമയത്ത് പോലും എപ്പോഴും പൂവുള്ളൊരു ചെടിയാണ്. ഇതിൽ കാണുന്നുണ്ടോ? ഇത് സ്കിപ്പ് ചെയ്ത് പോവല്ലേ. എന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്തുവാണെന്ന്. അപ്പം ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോൾ ഇതിൽ ദാണ്ട ഇതുപോലെ ഇങ്ങനെ ഒരു എന്ത് കാണുന്നുണ്ടോ? ഇത് ദാണ്ട കണ്ടില്ലേ, ഈ മുട്ട് ദാണ്ടതേ ഇതുപോലെ ഒത്തിരി നിറയെ കമ്പുകളിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. കണ്ടോ? ദാണ്ടേ ഇത് കണ്ടോ? ഇങ്ങനെ ഒരു സാധനം ഇതിലെല്ലാം വന്ന് നിൽക്കുകയാണ്. കാണാമോ നിങ്ങൾക്കൊക്കെ? അതിങ്ങനെ നിറയെ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. ഇങ്ങനെ വരുമോ ഈ ചെടികളിലൊക്കെ? ഇതെന്തായിരിക്കും? ഇങ്ങനെ ചെടികൾക്കൊക്കെ അസുഖം വരുമോ? നോക്കിയേ, ഇത് നിറയെ പിടിച്ച് നിൽക്കുന്നുണ്ടോ? കണ്ടോ? ഇതുണ്ടോ? കേൾക്കാമോ നിങ്ങൾക്ക്? എനിക്ക് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പറയുന്നത് കേൾക്കാമോ എന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതെന്താ ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ഒന്ന് പറയണേ. നിങ്ങളുടെ ഇവിടെ മൊസാന്ത എന്നാണ് പറയുന്നത്. നല്ല രസമാണിത്. ഇതിൻ്റെ വെള്ളയുണ്ട്, ചുമപ്പുണ്ട്. ചുമപ്പ് നമ്മുടെ വീട്ടിലില്ല, 2 തരമാണല്ലോ ഇതുള്ളത്. അപ്പോൾ ഇങ്ങനെ മൊത്തവും കരിഞ്ഞു പോയി. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ മുറ്റം നിറയെ ഇവിടെ ഒരു പന്തൽ പോലെ ഉണ്ട്. ഇങ്ങനെ പന്തൽ പോലെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ, ഈ കടലാസ് ചെടി. ഇത് അമ്മച്ചി 2 മാസം മുന്നേ എൻ്റെ അമ്മായിയമ്മ മരിച്ചു പോയപ്പോൾ ഇവിടെ പന്തലിടാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് കളഞ്ഞു. നിറയെ പൂ പിടിച്ച് നിന്നാൽ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 മാസം മുന്നേ ഫുള്ള് മുറിച്ച് കളഞ്ഞ്. പിന്നെ ചെടികളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത് പറയാനല്ല. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ പിന്നെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ കേട്ടോ. എൻ്റെ 2 മക്കൾ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ റെഡി ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്മമാരൊക്കെ രാവിലെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റേതായ ഒരു വിലയൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ അപ്പന്മാർ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും പുറത്ത് പോയി കഷ്ടപ്പെടുന്നുണ്ട്. അവർ പല കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറി
അവരും തിരിച്ചതുപോലെ. അപ്പോൾ പരസ്പര സ്നേഹവും വിശ്വാസവും അതാണല്ലോ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്യുകയാണ്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നവരെനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എല്ലാവരോടും പറയണം ആ ചെടിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഓക്കെ.